ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിയൽ അനാലിസിന്റെ മറ്റൊരു പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സീക്വൻസുകള്, സീരീസുകളെ കുറിച്ചിട്ടുള്ളൂ, സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ ഇവിടെ സീക്വൻസ് ആൻഡ് സീരീസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലായിരുന്നു. ആ റിയൽ നമ്പേഴ്സിൽ തന്നെ അവരുടെ ഓപ്പൺ ബോൾസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, മോഡുലസ് അല്ലെ. സോ അതിന് നമ്മൾ ഇന്നുകൂടി ജനറലൈസ് ചെയ്യാണ്, ഒരു സ്പേസിലേക്കായിട്ട് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന്റെ പേര് നമുക്ക് മെട്രിക് ടോപ്പോളജി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പുതിയൊരു സ്പേസ് ആണ് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക് സ്പേസ്. സോ ഒരു മെട്രിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. അപ്പൊ അതിനൊരു പലതരത്തിലുള്ള ഡിസ്റ്റൻസ് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ സ്പേസിനനുസരിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ഫംഗ്ഷൻസ് മാറുന്നതിനനുസരിച്ച് അവയുടെ ഓപ്പൺ ബോൾസിന്റെ സ്ട്രക്ചർ മാറുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മെട്രിക് സ്പേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മെട്രിക് സ്പേസിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി ഫസ്റ്റ് എക്സ് ബി എ നോൺ എംപ്റ്റി സെറ്റ്. ഒരു നോൺ എംപ്റ്റി സെറ്റ് വേണം. ഒരു നോൺ എംപ്റ്റി സെറ്റിലാണ് നമ്മൾ മെട്രിക് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഡി ഈസ് എ ഫംഗ്ഷൻ from x cross x to the set of all real numbers. D is a function x cross x. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു മെട്രിക് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആകുമ്പോൾ രണ്ട് എലമെന്റ്സ് വേണം അല്ലെ, രണ്ട് എലമെന്റ്സ് വേണം എന്ന് പറയുമ്പോ ആ ഫംഗ്ഷന്റെ ഡൊമൈൻ എവിടെയായിരിക്കും, എക്സ് ക്രോസ് എക്സ്. ഓക്കെ, എക്സ് ക്രോസ് എക്സ് ടു ആർ. ഡിസ്റ്റൻസ് ഉള്ള എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇതൊരു മെട്രിക് ആണ് എങ്കിൽ, സാറ്റിസ്ഫൈ മെട്രിക് ആവണമെങ്കിൽ ഇത് സാറ്റിസ്ഫൈ സം കണ്ടീഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ നോൺ നെഗറ്റിവിറ്റി ഡി ഓഫ് എക്സ് വൈ, രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 if and only if x equal to y. If and only if x equal to y. Okay, d of xy equal to 0 ആവുന്നത് x equal to y ആകുമ്പോൾ മാത്രമാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിമെട്രിക് ആണ്, സിമെട്രിസിറ്റി. ദാറ്റ് ഈസ് d of xy equal to d of yx for all x comma y belongs to x. And the last one is triangle inequality. d of xz is less than or equal to d of xy plus d of yz. Okay, d of xy plus d of yz for all x comma y comma z belongs to x. This is triangle inequality. So if the function d satisfies these three conditions, we can say that d is a metric on x and the pair xd is said to be a metric space. Okay, the pair xd is said to be a metric space. So we have a new space. So ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സീക്വൻസുകളും സീരീസുകളും ഒക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള റിയൽ നമ്പേഴ്സ് അല്ലായിരുന്നു പറഞ്ഞത്. അവയുടെ കൺവേർജൻസ് ഒക്കെ നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ രീതി, റിയൽ ലൈനിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത മെട്രിക് എന്ന് പറയുന്നത് മോഡുലസ് ആണ്, മോഡ് എക്സ് മൈനസ് വൈ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഓപ്പൺ ബോൾസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഓപ്പൺ ബോൾസ് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ കൺവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു മെട്രിക് കിട്ടി, ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ കിട്ടി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പൺ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അവിടെ എന്തായിരുന്നു സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പൺ ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b of xr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all y belongs to x such that modulus of x minus y less than r. ഓക്കെ, ഇതായിരുന്നു നമ്മള് റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പൺ ബോൾസ്. ഓക്കെ, if it is a closed ball then we can say that less than or equal to r. Okay, less than or equal to r. സോ ഇവിടെ മോഡുലസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, ബിക്കോസ് നമ്മൾ അവിടെ റിയൽ ലൈനിലാണ് യൂസ് ചെയ്തത്. റിയൽ ലൈനിലെ മോഡുലസ് ഉള്ളത് എന്താണ്, ആക്ച്വലി മെട്രിക്. ഓക്കെ, ഒരു മെട്രിക് തന്നെയാണ്. നമ്മൾ മെട്രിക് എന്നുള്ള ഒരു നൊട്ടേഷൻ അവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഡിസ്റ്റൻസിന്റെ നോഷനിൽ ഉപയോഗിച്ചു എന്ന് മാത്രം.
അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പൺ ബോൾസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഓപ്പൺ ബോൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ we can say that b of x r, let x be a non-empty set. Okay, let x be a non-empty set, and the set b of x r, which is equal to set of all y belongs to x, such that b of xy is strictly less than r. Okay, this is called the open ball centered at x and with the radius r. Closed ball ആകുമ്പോൾ ഇവിടെ less than or equal to. Okay, so this is our definitions. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. എക്സാമ്പിൾ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക്രീറ്റ് സ്പേസ്. ഓക്കെ, ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്. സോ നമുക്ക് സ്പേസ് പറയുമ്പോൾ എക്സ് നോൺ എംപ്റ്റി, എനി നോൺ എംപ്റ്റി സെറ്റ്. ഓക്കെ, ഇറ്റ്സ് എനി നോൺ എംപ്റ്റി സെറ്റ് എക്സ് ഡി ബി മെട്രിക് സ്പേസ്. ഡി ഈസ് ഡിഫൈൻഡ് ആസ്, ഡി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 if x equal to y and 1 if x not equal to y. X not equal to y. Okay. So here നോക്കൂ, ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കാം. എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0. ഇറ്റ്സ് ഓൾറെഡി ഓക്കെ, ഇറ്റ്സ് എ ഫാക്ട്. ഡി ഒരു മെട്രിക് ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഡി ഒരു മെട്രിക് ആണെങ്കിൽ എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും എപ്പോഴും 0 ആണ്. ഇനി നോക്കൂ, എലമെന്റ്സ് ഈക്വൽ അല്ലാത്ത എല്ലാ കേസുകളിലും ഡിസ്റ്റൻസ് എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. ഓർ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ എലമെന്റ്സ് എന്തും അല്ല, ഈക്വൽ അല്ല എന്നും നമുക്ക് പറയാം. ബിക്കോസ് ഇറ്റ്സ് എ ഡെഫിനിഷൻ. ഓക്കെ, ഇറ്റ്സ് എ ഡെഫിനിഷൻ. സോ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഓക്കെ, സോ ദിസ് ഇസ് ദ മെട്രിക്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓപ്പൺ ബോൾ എങ്ങനെയാണ്? ഈ ഒരു സ്പേസ്, ഇതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്. ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ്. അപ്പൊ ഒരു ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസിലുള്ള ഓപ്പൺ ബോൾസിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ ബോൾസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഒരു ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസിന്റെ ഓപ്പൺ ബോൾസിന്റെ സ്ട്രക്ചർ ഇറ്റ്സ് എ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ തവണയും സെറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പേസ് തന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക്രീറ്റ് മെട്രിക് ആ സ്പേസിലുള്ള ഒരു ഓപ്പൺ ബോൾ നമ്മളോട് ചോദിക്കും. ഓക്കെ, സോ നോക്കാം. ഫോർ എക്സാമ്പിൾ b of x 1/2. Okay, b of x 1/2. That is x is any element from this set x. Okay, or x belongs to x. Okay, any element from this set. And 1/2 is the radius of the open ball. Okay, 1/2 is the radius of the open ball. So what is the structure of b of x 1/2? Now by definition, this is the set of all y belongs to x such that d of xy less than 1/2. Okay, d of xy less than r. Here r is 1/2. Now what is the possibility? What are the possibilities of d of xy? This metric, the value of this metric. Okay, ഏതൊക്കെ പോസിബിലിറ്റീസ് ആണ് ഈ മെട്രിക്കിനുള്ളത്? ആ വാല്യൂ either 0 or 1. ഒന്നെങ്കിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. അപ്പൊ ഇവിടെ എന്തായാലും 1 വരാൻ പറ്റില്ല. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ 1/2 എന്ന് വരും അല്ലെ? 1 ലെസ് ദാൻ 1/2 എന്ന് വരും. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ d of xy must be equal to 0. So this is equal to set of all y belongs to x is that d of xy equal to 0. So d of xy equal to 0 if and only if y equal to x. Set of all y belongs to x such that y equal to x. And x നോട് ഈക്വൽ ആയിട്ട് എല്ലാ വൈകളുടെയും കളക്ഷൻ ആണ്. സോ x നോട് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? This is the സെറ്റ് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ റിപ്പീറ്റേഷൻ വരില്ല. സോ സിംഗിൾട്ടൺ സെറ്റ് x. ഓക്കെ, b of x 1/2 എന്ന് പറയുന്നത് എന്താണ്? ആ ഓപ്പൺ ബോൾ എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു ഡിസ്ക്രീറ്റ് മെട്രിക് ഇറ്റ് ഈസ് സിംഗിൾട്ടൺ x. ഓക്കെ, നൗ നമുക്ക് 1 വെച്ച് നോക്കാം. വാട്ട് അബൌട്ട് വാല്യൂ 1? സോ ഇവിടെ എന്ത് വരും? ലെസ് ദാൻ 1 വരും.
സോ ഇവിടെ നമ്മൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 ലെസ് ദാൻ 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 വരും. ഓക്കെ, 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 വരും. സോ അപ്പോഴും നമുക്ക് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. സോ വൈ ഈക്വൽ ടു എക്സ്, സിംഗിൾട്ടൺ സെറ്റ് എക്സ്. ഓക്കെ, now what is the possibility of b of x r for r greater than 1, for when r greater than 1. Okay, when r greater than 1. Okay, r greater than 1 ആയിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? So this is less than r. So ഇവിടെ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല വരിക, r greater than 1 ആയിരിക്കുമ്പോൾ എന്തിനു അംശം കൂടി ഉണ്ട്? 1 ആകാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. സോ 1 ആകാനുള്ള ചാൻസും കൂടെ വരുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 0 ഓർ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 വരും. ഓക്കെ, സോ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ സെറ്റ് ഓഫ് ഓൾ y belongs to x such that y ഈക്വൽ ടു x വരും. ഓർ മീൻസ് ദ യൂണിയൻ സെറ്റ് ഓഫ് ഓൾ y belongs to x such that y not equal to x. ഓക്കെ, y not equal to x. എക്സിനോട് ഈക്വൽ അല്ലാത്ത എല്ലാ വൈകളുടെയും കളക്ഷനും വരും. എക്സിനോട് ഈക്വൽ അല്ലാത്ത എക്സിലുള്ള സെറ്റ് എക്സിലുള്ള എല്ലാ വൈകളുടെയും കളക്ഷൻ വരും. ദാറ്റ് മീൻസ് ദ സിംഗിൾട്ടൺ സെറ്റ് എക്സ് യൂണിയൻ എക്സ് മൈനസ് സിംഗിൾട്ടൺ സെറ്റ് എക്സ്. ഓക്കെ, ഈ സെറ്റിനെ ഏത് ഫോമിൽ എഴുതാം? എക്സ് മൈനസ് സിംഗിൾട്ടൺ സെറ്റ് എക്സ്. ആൻഡ് ഈ സെറ്റിനെ എങ്ങനെ എഴുതാം? സിംഗിൾട്ടൺ സെറ്റ് എക്സ് യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സോ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബി ഓഫ് എക്സ് ആറിന്റെ സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക്രീറ്റ് മെട്രിക്, ബി ഓഫ് എക്സ് ആറിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് എക്സ് if 0 less than r less than or equal to 1, or equal to 1 ആകുമ്പോഴും radius equal to 1 ആകുമ്പോഴും നമുക്ക് അങ്ങനെ കിട്ടി. And the set x, the whole set x if r greater than 1. Okay, r greater than 1. So this is a result. Okay, this is a result for a discrete metric space. For a discrete metric space, the structure of the open board centered at x with radius r is either singleton set x if 0 less than r less than or equal to 1, and the whole set x if r greater than, if the radius is greater than 1. Okay, this is our result. Our discrete space. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ് ആയിട്ട് സെറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂക്ലിഡിയൻ സ്പേസിനെ കുറിച്ചാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂക്ലിഡിയൻ സ്പേസിനെ കുറിച്ചാണ്. ഓക്കെ, യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, യൂക്ലിഡിയൻ സ്പേസ്, യൂക്ലിഡിയൻ മെട്രിക്. ഓക്കെ, on R. Okay, Euclidean metric on R. Okay, so d of x y for r for x y comma belongs to Rn, d of x y equal to summation I from 1 to n mod xi minus yi, xi minus yi all square all raised to 1 by 2. All raised to 1 by 2. This is the definition of Euclidean metric, and d of xy is defined as like this. We can prove it's a metric on Rn. Okay, with respect to this metric x Rn d. ഇവിടെ നമ്മൾ Rn നും അതുപോലെ തന്നെ Cn നും ഇക്വാലന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. For xy belongs to Rn എന്നുള്ളതിന് പകരം xy belongs to Cn എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഡെഫിനിഷൻ ആണ് യൂക്ലിഡിയൻ മെട്രിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ Cn നെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, Rn നെ കുറിച്ച് തന്നെ നമുക്ക് എന്തെങ്കിലും പറയാം. ഓക്കെ, Rnd or Cnd or is a metric space. Okay, is a metric space. So നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. R2 ന് എന്താന്ന് നോക്കാം. For xy belongs to R2, for xy belongs to R2, where x is equal to x1 x2 ordered pair and y equal to y1
y2. Now d of xy, what is the d of xy equal to power 1 by 2 means root of x1 minus y1 all square plus x2 minus y2 whole square. Okay, whole square. Now what is the structure of an open board with respect to this metric on R2? Here R2. Okay, R2 യിൽ എന്താണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് നോക്കാം. So structure വരുന്നത് b of x comma r equal to set of all y belongs to x such that d of x comma y less than r. Okay, d of x comma y less than r. So here d of xy is root of this less than r means while cancelling this square root we get this is less than r square. Okay, x1 minus y1 all square plus x2 minus y2 all square less than r square. x1 minus y1 all square plus x2 minus y2 all square less than r square. Okay. Now what is the structure if this inequality changes to equality? Okay. If it is an equality, that is x1 minus y1 all square plus x2 minus y2 all square equal to r square means where x is the center, so x is center equal to r square means r radius ഇലുള്ള എല്ലാത്തിന്റെയും കളക്ഷൻ these points. Okay, this circle. Okay, this circle. ഈ സർക്കിളിലുള്ള എല്ലാത്തിന്റെയും കളക്ഷൻ equal to r square means r radius. Now less than r square എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലുള്ള എല്ലാ പോയിന്റ്സുകളും. Okay, not this boundary ഉൾപ്പെടില്ല. Okay, ആ ബൗണ്ടറി ഉൾപ്പെടില്ല, ഇതിനുള്ളിലുള്ള എല്ലാ പോയിന്റ്സുകളും. Okay, so this is the structure. It's a circle. Okay, now if it is r3 ആകുമ്പോൾ it's a sphere, open sphere. Okay, it's a bowl shape. Okay, it's a bowl shape sphere with a radius r. Okay, ആ സ്ഫിയറിന്റെ ബൗണ്ടറി നമുക്ക് കാണുന്നില്ല. ബൗണ്ടറി കൂടി ഉൾപ്പെടുന്നെങ്കിൽ it's a closed sphere. Okay, closed bowl. Okay, it is a structure of open bowl in R2 with respect to the Euclidean metric. So ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെട്രിക് സ്പേസ് എന്താണെന്നുള്ളതും ഓപ്പൺ ബോൾസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് മെട്രിക്. ഓക്കെ, ഡിസ്ക്രീറ്റ് മെട്രിക് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് മെട്രിക് അതുപോലെ തന്നെ യൂക്ലിഡിയൻ മെട്രിക്. ഓക്കെ, ഡിസ്ക്രീറ്റ് മെട്രിക് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആൻഡ് അതിലുള്ള ഓപ്പൺ ബോൾസ് കാണാനുള്ളത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീമം മെട്രിക് അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓൺ ദി സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഓക്കെ, നമ്മള് റിയൽ ലൈനിൽ നിന്ന് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുത്തിട്ട് അതില് മെട്രിക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നെക്സ്റ്റ് പോർഷൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.